വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവനെ പറ്റിയാണ് യേശയ്യാ പ്രവാചകൻ വഴി ഇങ്ങനെ അരുൾ ചെയ്യപ്പെട്ടത്: മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാതകൾ നേരെയാക്കുവിൻ. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. ജെറുസലേമിലും യൂദയ മുഴുവനിലും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിലും നിന്നുള്ള ജനം അവന്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാനാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശുവിൽ സമാഗതമാകുന്ന സ്വർഗരാജ്യം സ്വീകരിക്കുവാൻ മാനസാന്തരപ്പെട്ട ജനം ഒരുങ്ങണം എന്ന് അവരെ സ്നാപക യോഹന്നാൻ ആഹ്വാനം ചെയ്യുന്നു. സ്നാപക യോഹന്നാന്റെ ഈ പ്രസംഗം, ആഹ്വാനം യേശയ്യായുടെ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാതകൾ നേരെ ആക്കുവിൻ. യേശുവിന് മുന്നോടിയായി വന്ന് അവിടത്തേക്ക് വഴിയൊരുക്കുന്ന, അവിടുത്തെ പാതകൾ നേരെയാക്കുന്ന സ്നാപക യോഹന്നാനെയാണ് നാം കാണുന്നത്. ജനം മാനസാന്തരപ്പെട്ട് സ്വർഗരാജ്യം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. യേശുവിൽ സമാഗതമാകുന്ന സ്വർഗരാജ്യം സ്വീകരിക്കുവാൻ മാനസാന്തരപ്പെട്ട് ജനം തിരിഞ്ഞു വരണം. യോഹന്നാന്റെ വാക്കുകൾ കേൾക്കുന്ന ജനം അവന്റെ അടുത്ത് വരികയും സ്നാനം സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന്റെ അടയാളമായി സ്നാനം സ്വീകരിക്കുകയും യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നു. നമുക്ക് ജനന തിരുനാളിന്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലായിരിക്കുമ്പോൾ സ്നാപക യോഹന്നാന്റെ ദൗത്യത്തെക്കുറിച്ച് ധ്യാനിക്കാം. നാമും ഒരുങ്ങുകയാണ്. ജനന തിരുനാളിൽ യേശുവിനെ സ്വീകരിക്കുവാൻ ഏറ്റവും അടുത്ത ഒരുക്കം നടത്തുകയാണ്. വഴികൾ ഒരുക്കി, പാതകൾ നേരെയാക്കി, നോമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും ത്യാഗത്തിലൂടെയും ഒക്കെ യേശുവിന്റെ ജനനത്തിന് വേണ്ടി വഴിയൊരുക്കി നാം കാത്തിരിക്കുന്നു. പ്രവചനങ്ങളുടെ പൂർത്തീകരണം കാണുവാനുള്ള വിശ്വാസ കണ്ണുകൾ നമുക്ക് തുറക്കാം. പഴയ നിയമ പ്രവചനങ്ങൾ എങ്ങനെയാണ് പുതിയ നിയമ സംഭവങ്ങളിൽ ഇതൾ വിരിയുന്നതെന്ന് നമുക്ക് ധ്യാനിക്കാം. മനസ്സ് തിരിഞ്ഞ് സ്നാനം സ്വീകരിച്ച് യേശുവിന് വേണ്ടി ഒരുങ്ങിയ ജനത്തെ പോലെ, സ്നാപക യോഹന്നാന്റെ വാക്കുകേട്ട് ഒരുങ്ങിയ ജനത്തെ പോലെ നന്നായി മാനസാന്തരപ്പെട്ട് ദൈവം ആഗ്രഹിക്കുന്ന പോലെ യേശുവിനെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കി വെക്കാം. ജനന തിരുനാൾ ദൈവരാജ്യം സ്വീകരിക്കുന്നതിൻ്റെ ഒരു അനുഭവമായി തീരുവാൻ, യേശുവിൽ സമാഗതമാകുന്ന ദൈവരാജ്യം നമ്മുടെ ഹൃദയങ്ങളിൽ വന്നു നിറയുന്ന അനുഭവം ഉണ്ടാകുവാൻ തക്കവിധം ആഘോഷിക്കുവാൻ നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം.